ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്നും വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ താത്താരനൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളും താത്താരൊക്കെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൊന്നാനിക്കാണ് പോണത്. പൊന്നാനി കടൽ കാണാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താത്താരുടെ പെരുന്നാൾ ഡ്രസ്സാണ് അത് കേട്ടോ. എൻ്റെ ഡ്രസ്സ് താത്താടെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പെരുന്നാൾക്ക് മാക്സി ആട്ടോ മേടിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ താത്താടെ ചുരിദാർ ഇട്ട്. അല്ലെങ്കിലും ഇവിടെ വന്നാൽ ഞങ്ങൾ ഇങ്ങനെ താത്താടെ ഡ്രസ്സ് ഇടൽ തന്നെയാണ് കേട്ടോ പണി. നമ്മളെവിടേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് കേട്ടോ, ഒരാളുടെ പേര് റജീന, ഒരാളുടെ പേര് സജീന. അപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അവർ 10 വരെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്. അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനാണ് മൂന്നാമത്തെ ആൾ. ഇവളാണ് ഈ ചുവപ്പ് ഡ്രസ്സ് ഇട്ട ആളാണ് കേട്ടോ മൂത്ത താത്ത. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബസ്സിലാണ് പോണത്. അപ്പോൾ ഒരുപാട് നടക്കണം കേട്ടോ. ബസ് പത്തുക്കണോടത്തേക്ക് കുന്നം കയറണം. പാലച്ചോട് എന്നിട്ട് ഈ സ്ഥലത്തിന് പറയാം. അപ്പോൾ ഞങ്ങൾ കുന്നം കയറിങ്ങോട്ട് നിൽക്കണം കേട്ടോ. നല്ല സ്ഥലമാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ നടന്ന് ഞങ്ങൾ കുഴഞ്ഞിട്ടോ, കുറേ നടക്കാനുണ്ട്. ഇപ്പം തന്നെ കുഴഞ്ഞ് കുട്ടിയൊക്കെ കരച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഒരു സ്കൂൾ വരുന്നുണ്ട്, ടെക്നിക്ക് സ്കൂൾ എന്നാണ് കേട്ടോ പേര്. ഈ ഭാഗത്ത് കുറച്ചും കൂടി അതാ കാണുന്നതാണ് കേട്ടോ സ്കൂള്. അപ്പോൾ ഞങ്ങൾ കയറ്റം കയറി ഇനി കയറ്റം ഇറങ്ങുക കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട് ബസ് കാത്തുക്കണോടത്തൊക്കെ. പിന്നെ ഉമ്മയുടെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഫ്രണ്ടിൽ ഓടുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബസ് കുറച്ചേരം കാണുന്നുണ്ട്. ബസ് ഫ്രണ്ടിലാണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത്. ബാക്കിൽ ഉമ്മ താത്താരെ കുട്ടികളെ നോക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആദ്യം പോണത് ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ എടപ്പാൾ ഭാഗത്ത് തന്നെയാണ് വീട്. അപ്പോൾ ചെക്കനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളിനെ ഞാൻ റെജി എന്നാട്ടോ ഓളെ വിളിക്കുക. മറ്റേ ചുവപ്പ് ഡ്രസ്സ് ഇട്ട ആളിനെ താത്താന്ന് വിളിക്കൂട്ടോ. അപ്പോൾ റെജി എടുത്തേക്കാണ്. പിന്നെ മക്കൾ അപ്പോൾ കുഞ്ഞാമ്മ നട്ട വിളിക്കുക ഉമ്മയുടെ അനിയത്തിനെ. കുഞ്ഞാമ്മ നമുക്ക് വേണ്ടിയിട്ട് മന്തിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓരോ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു 2:30-3 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ്സിന് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ പൊന്നാനിക്ക് പോവുകയാണ് കേട്ടോ. നേരെ അവിടെ കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിക്കുക. സ്കൂളൊക്കെ പൂട്ടിയിട്ട് അവരെ എവിടേക്കും പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി നേരിട്ടിട്ടുള്ള ബസ് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പൊന്നാനിക്ക്. അപ്പോൾ കടൽ കാണാനെത്തിട്ടോ. ഞാനിങ്ങോട്ട് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. ആദ്യം എന്നോ ഇതൊരു കാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ മക്കൾ അവരെ കളി തുടങ്ങി. ഇതിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ ഇപ്പോൾ മക്കളിനൊക്കെ അവർ നോക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ മക്കൾ ഇവിടെ എന്തോ ഒരു ഗുഹ കണ്ടു നോക്കുമ്പോൾ ബൈക്ക് എത്തിച്ച് നോക്കണം കേട്ടോ. എന്താണെന്ന് അറിയില്ല, വീട് പൊളിഞ്ഞെടുക്കണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ കടലിൽ പറ്റുന്നില്ല. അപ്പോൾ വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം വെയിലില്ലാത്ത സ്ഥലത്ത് മോളായിട്ട് പോയിരുന്നു കേട്ടോ. മക്കളൊക്കെ പിന്നെ ഇരുന്ന് കളിക്കുന്നുണ്ട്, താത്താരും നോക്കണുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും പിന്നെ ഈ കുലുക്കി സർവത്തൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കിട്ടുമ്പോഴത്തേനും കഴിച്ചിട്ടോ. അവിടെ നിന്ന് ഓരോ പിസ്ത ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഓരോ സർവത്തും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കണമെന്ന് വീഡിയോയിൽ പറ്റില്ല, കാരണം അതൊക്കെ കിട്ടുമ്പോഴത്തേനും കഴിച്ച് പിന്നെ ഓരോരുത്തരും ഓരോ വയ്ക്കായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു മക്കൾക്ക്. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.